കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ലെ ലവ് ഫൈറ്റ്സ് കൂടെ റീനു. എനിക്ക് അന്നെ ഇഷ്ടമാണ്. അന്നയും റസൂലും കൂടി ഒരു യാത്ര പോയില്ലേ? ആ യാത്ര ചെന്നെത്തുന്നത് അവളുടെ ചേച്ചിയുടെ അടുത്താണ്. ചേച്ചിയുടെ സിസ്റ്ററാണ്. അപ്പോൾ ഷീ സേസ് ഇതൊന്നും ശരിയാവില്ല, നിങ്ങൾ പിന്നെ അന്നയോട് മതം മാറാൻ പറയും, ആകെ പ്രശ്നമാവും, ഇതെന്ത് ഭാവിച്ചാന്നൊക്കെ. പക്ഷേ ദിസ് ഇസ് വാട്ട് ഹി സേസ്, എനിക്ക് അന്നെ ഇഷ്ടമാണ്, അന്നയ്ക്ക് എന്നെയിന്ന്. അതുവരെയും അന്ന പറഞ്ഞിട്ടില്ല എനിക്ക് റസൂലിനെ ഇഷ്ടമാണ്. പക്ഷേ പറയാതെ തന്നെ അവൻ ആ പ്രണയം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തവണ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പലരും ഇഷ്ടമാണെന്നൊക്കെ കാണിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും അവരെ നമ്മൾ കളിപ്പിക്കായിരിക്കും കേട്ടോ, അത് പ്രണയം ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇവിടെ സീ ദി ഇന്നസെൻസ്, അന്നയൊന്നും പറഞ്ഞില്ല, ഇഷ്ടമാണെന്ന് പോലും പറയാതെ അവൻ ഉറച്ച വിശ്വാസമാണ് അന്നയ്ക്ക് അവനെ ഇഷ്ടമാണെന്ന്. അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. നമ്മുടെ സെക്കൻഡ് ഷോ അന്നയും റസൂലും. റസൂലേ ഓളെ കാണും തോന്നിയാലേ ഈ പോയിലൊക്കെ ചാടി കണ്ണൂർത്ത് പിടിച്ചാൽ മതി, ഓളൊരു മീനെ പോലെ കാണാം. ഈ ഒരു ഡയലോഗിന് ആ സിനിമയിൽ ഇത്രയും റെലവൻസ് ഉണ്ടെന്ന് അതിൻ്റെ അവസാനത്തെ സീൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. വെള്ളത്തിനടിയിൽ പോയിട്ട് കണ്ണ് തുറന്നു പിടിച്ച ഒരു മീനെ പോലെ പ്രണയിക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഈ മൂവിയുടെ ഇവിടം വരെ എത്തുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന്. അതിൻ്റെ കഥ അറിയാതെ കാണാൻ പോകുന്നയാൾ വേറെ ഏതോ ഒരു ലോകത്തിലേക്കായിപ്പോൾ ഈ പ്രണയം മനസ്സിലാക്കുന്നു. അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നു. ഇവിടേക്കായിരിക്കും ഇവർ എത്താൻ പോകുന്നത്. എല്ലാം നമ്മൾ ഒരുപാട് ചിന്തിക്കും കേട്ടോ. എനിക്ക് ഭാഗ്യത്തിന് അതിൻ്റെ കഥ അറിയില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ സന്തോഷമായിട്ട് കാണാൻ പറ്റി. പക്ഷേ തീരാൻ നേരത്ത് ഒരുപാട് വേദനിപ്പിച്ചിട്ടാ അന്നയും റസൂലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയെ. ഒരു പക്ഷെ പോയിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻ. ഏത് ജീവിതത്തിലും വേണമല്ലോ ഒരു വില്ലൻ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. അന്നയും റസൂലിലും ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ, ഈ പ്രണയമൊക്കെ വീട്ടിലറിഞ്ഞ് കഴിയുമ്പോൾ അന്നയെ വേറെ കല്യാണം കഴിച്ചു വിടാൻ നോക്കുക. ഇതറിഞ്ഞിട്ട് റസൂല് തിരിച്ചു വരിക. എന്നിട്ട് അന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ആൻഡ് ഹി ജസ്റ്റ് ടേക്സ് ഹർ. അവളെ വിളിച്ചിറക്കി അവൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോവുക. ഒന്നും പിന്നെ അവൻ ആലോചിക്കുന്നില്ല. അവൻ അന്നെ വേണം, അന്ന മറ്റൊരാളുടേതാക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല. അന്നെ അത് തന്നെ ആഗ്രഹിച്ചിരുന്നത്. ആൻഡ് ദേ ബോത്ത് ഗോ. പിന്നെ ഒരു സന്തോഷമുള്ളൊരു ഫേസാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, അവർ പരസ്പരം മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു, എല്ലാം അതാ പിന്നെ കാണിക്കുന്നത്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ സന്തോഷം വരും. പ്രണയിക്കുന്ന രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമ്പോൾ, അവരുടെ ജീവിതം സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രണയം ഇങ്ങനെ കിട്ടും. അങ്ങനെ നമ്മളുമായിട്ടൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് തുടങ്ങും. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ റൈറ്റ്? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 567678, ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. അന്നയും റസൂലിൻ്റെ ക്ലൈമാക്സ് ഞാൻ പറയേണ്ട കാര്യമില്ല. റസൂലിന് അന്നെ എന്നേക്കായിട്ട് നഷ്ടപ്പെടുവാണ്. പിന്നെ അവൻ ചെയ്യുന്നത് വെള്ളത്തിൽ മുങ്ങാൻ കുഴിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട ആ പെണ്ണിനെ അവൻ കണ്ടുകൊണ്ടിരിക്കുക. അവൻ്റെ ജീവനായ അന്നയെ അവൻ അവിടെ ഒരു മീനിനെ പോലെ കണ്ടുകൊണ്ടിരിക്കുക. ശരിക്കും ഭയങ്കര ട്രാജഡിയാണ്. ഇഷ്ടപ്പെട്ട ആളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുക, അവൾ ആ ജീവിതം അവസാനിപ്പിച്ച് പോവുക. നമ്മുടെയൊക്കെ ലൈഫിലും പലപ്പോഴും ആള് ഇങ്ങനെയല്ല നഷ്ടപ്പെട്ടതെങ്കിലും മറ്റു പല രീതിയിലും ഇഷ്ടപ്പെട്ട ആളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നും ഒരു വേദനയത്. അന്നേ റസൂലും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ ആലോചിച്ചു, അതിനെക്കുറിച്ച് സംസാരിക്കണോ, അതിലെ പ്രണയത്തെക്കുറിച്ച് പറയണോ എന്നൊക്കെ. കാരണം വേദന മാത്രം തന്നൊരു പ്രണയം. ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സ് വിങ്ങുക, മനസ്സിന് വേദന മാത്രമാണ്. എനിക്കറിയില്ല അതിലും കൂടുതൽ എന്താ പറയേണ്ടതെന്ന്. ഇറ്റ്സ് ടൈം ഫോർ റീനു ടു സൈൻ ഓഫ് ഫ്രം ക്ലബ് FM's ലവ് ബൈറ്റ്സ്. സ്റ്റേ ട്യൂൺഡ്, കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.